പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് എന്ന് പറയുന്ന ഞാനത് കൂടുതൽ ശക്തമായി പറയുന്നില്ല, അതുപോലൊരു ചേറ്റയെ അതുപോലൊരു ഉന്നതമായ സ്ഥാനത്ത് എടുത്തു വെച്ചതിന് അദ്ദേഹത്തെ നിയമിച്ചവരെ എന്തു പറയും എന്ത് വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ അവരെ അഭിസംബോധന ചെയ്യും എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതുപോലെയുള്ള ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇത്രയേറെ സംസ്കാര സമ്പന്നരല്ലാത്തവരും സിനിമയെക്കുറിച്ച് പ്രാഥമികമായ ധാരണയില്ലാത്തവരെ പോലും നിയമിക്കുന്നവരെ വേണ്ടേ നമ്മൾ അത്തരം വാക്കുകൾ, ഈ പറഞ്ഞ പോലെ വാക്കുകൾ ഉപയോഗിച്ച് അവരെ അഭിസംബോധന ചെയ്യാൻ എന്നാണ് എൻ്റെ ചോദ്യം. ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന മനുഷ്യൻ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായതിനു ശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറ്റത്തരങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും അയാളെ നിയമിച്ചയാൾ സിനിമയെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത സജി ചെറിയാൻ എന്ന് പറഞ്ഞ ഒരു മന്ത്രിയാകുമ്പോൾ അയാളെ എന്തു പേരിട്ട് നമ്മൾ വിളിക്കും എന്ന് നമ്മൾ തന്നെ ആലോചിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ഈ മാന്യദേഹം ഇപ്പോൾ കാണിക്കുന്നത് ചെറ്റത്തരമാണ്. പക്ഷേ ഈ മാന്യദേഹം പ്രധാനപ്പെട്ട ഒരു തിരക്കഥാകൃത്തായിട്ടാണ് നമ്മൾ സിനിമാ ലോകത്ത് അറിയുന്നത്. ഒട്ടേറെ സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട്, പല സിനിമകൾ സംവിധാനവും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ തിരക്കഥകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് മാടമ്പിത്തരത്തിൻ്റെ ആവിഷ്കാരമാണെന്നുള്ളത് കേരളത്തിലെ പൊതുമണ്ഡലത്തിന് നല്ലപോലെ അറിയാവുന്നല്ലോ. ഇപ്പോൾ ദേവാസുരമാവട്ടെ, രാവണപ്രഭു ആവട്ടെ, നരസിംഹമാവട്ടെ, ആറാം തമ്പുരാനാവട്ടെ, ആ സിനിമകളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിൽ തുളുമ്പി നിൽക്കുന്നത് മാടമ്പിത്തരവും ഒരുമാതിരി ഹിംസാത്മകമായിട്ടുള്ള ആണത്വവുമാണ് എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നീട് അദ്ദേഹം കുറച്ച് രൂപാന്തരം പ്രാപിച്ച് നന്ദനം എന്ന് പറഞ്ഞൊരു ഒരു സിനിമ എടുത്തു. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഹൈന്ദവവൽക്കരണത്തിൻ്റെയും അതുപോലെ തന്നെ ഫ്യൂഡൽ പ്രമാണിത്വത്തിൻ്റെയും ഒക്കെ ശക്തമായിട്ടുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ കേരള പൊതുമണ്ഡലം വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഈ പ്രധാനപ്പെട്ട തിരക്കഥാകൃത്തിൻ്റെ സിനിമകളിൽ അന്തർലീനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വികാരം എന്ന് പറഞ്ഞാൽ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാടമ്പിത്തരവും ഹിംസാത്മകമായിട്ടുള്ള ആണത്വവും പല സിനിമകളിലും ഹൈന്ദവൽക്കരണവുമാണ് എന്നുള്ളത് നമുക്കറിയാം. മറുഭാഗത്ത് യാതൊരു വിധത്തിലുള്ള ഇടതുപക്ഷ മൂല്യങ്ങളും അദ്ദേഹത്തിൻ്റെ സിനിമാ നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആർക്കറിയാൻ പാടുള്ളത്? പക്ഷേ അതേസമയം വാണിജ്യ സിനിമകളുടെ ഒരു കൂട്ട്, അതിൻ്റെ ഒരു ഫ്രെയിംവർക്ക്, അതിൻ്റെ ഒരു ക്രാഫ്റ്റ് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി അദ്ദേഹത്തിന് അറിയാം. അത് പിന്നീട് അദ്ദേഹം സംവിധാനം ചെയ്ത പ്രാഞ്ചിയേട്ടൻ, കയ്യൊപ്പ്, സ്പിരിറ്റ്, റുപ്പി എന്ന് പറഞ്ഞ സിനിമകളിലൊക്കെ നമ്മളത് കണ്ടതാണ്. അപ്പം വാണിജ്യ സിനിമകളുടെ ഒരു ചേരുവ എന്താണ് എന്ന് കൃത്യമായി അറിയാവുന്ന ആളാണ്. പക്ഷേ അത് പറയുമ്പോഴും ഇടതുപക്ഷ മൂല്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്നു രഞ്ജിത്ത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷേ 2006 അദ്ദേഹം ഇടതുപക്ഷക്കാരനായി മാറുന്നത് നമ്മൾ കണ്ടത്. 2006 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അദ്ദേഹമാണ് പ്രകാശനം ചെയ്തത്. 2016 ഇടതുപക്ഷത്തിനുണ്ടായിട്ടുള്ള മാറ്റം എന്താണെന്ന് നമുക്കറിയാം. പണക്കാരുടെ പാർട്ടിയായി മാറിയ ഒരു ട്രാൻസ്ഫോർമേഷൻ അക്കാലത്താണ് ഉണ്ടായത്. അതുപോലെ തന്നെ മുകേഷ്, ഗണേഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സിനിമയിലെ എടുക്ക ചരക്കുകളൊക്കെ ഇടതുപക്ഷക്കാരായി മാറുന്നതൊക്കെ 2016 നമ്മൾ കണ്ടതാണ്. പണക്കാർ ഈ പാർട്ടിയുടെ ഒരു മുഖമുദ്രയായി മാറുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ 2016 ഉണ്ടായപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ രഞ്ജിത്തും ഒരു ഇടതുപക്ഷക്കാരനായി മാറുകയായിരുന്നു. ആ ഇടതുപക്ഷക്കാരനായി മാറിയിട്ടുള്ള രഞ്ജിത്ത് പിന്നീട് ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തേക്ക് വരുന്ന ഒരു സംഭവമാണ് നമ്മൾ പിന്നീട് കാണുന്നത്. കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരുപാട് സംഭവങ്ങൾ നടന്ന സമയത്ത് ആണിത് സംഭവിച്ചത്. ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിലേക്ക് ഇരുന്നവരാരൊക്കെയായിരുന്നു? ഷാജി എൻ കരുൺ ഇരുന്നിട്ടുണ്ട്, അടൂർ ഗോപാലകൃഷ്ണൻ ഇരുന്നിട്ടുണ്ട്, TK രാജീവ് കുമാർ ഇരുന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ഇരുന്നിട്ടുണ്ട്. ആ ആളുകൾ ഇരിക്കുന്ന സമയത്തും ഒക്കെ തന്നെ അവർ കൊണ്ടുവന്നൊരു കീഴ്വഴക്കമുണ്ട്. അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ
അതിൻ്റെ ഫിലോസഫി, അതിൻ്റെ പ്രത്യയശാസ്ത്രം, അതൊക്കെ തന്നെ ഈ അനുഭവസ്ഥർ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തിരുന്ന സമയത്ത് ഇവോൾവ് ചെയ്തു വന്നതാണെന്ന് നമുക്കറിയാം. അത് പിന്നീട് അങ്ങനെ തുടരുകയായിരുന്നു. പക്ഷേ കമൽ വന്നപ്പോൾ അതിനകത്ത് ചില മാറ്റങ്ങൾ, വാണിജ്യ സിനിമയുടെ ചില ചേരുവകൾ അതിനകത്ത് വന്നു. പക്ഷേ ആ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്ത് ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ഉപയോഗിച്ചത് അങ്ങനെ തന്നെ നിൽക്കുന്നു. അതൊന്നുകൂടി ഞാനത് ഉപയോഗിക്കുന്നില്ല, പക്ഷേ അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അയാൾ വന്നതോടുകൂടി ഇതിൻ്റെ ഒരു മൂല്യം പരിപൂർണമായി ഇടിഞ്ഞതല്ലേ സുഹൃത്തുക്കളെ നമ്മൾ കണ്ടത്. കഴിഞ്ഞ ചലച്ചിത്ര അക്കാദമിയുടെ പിന്നെ എനിക്കൊന്ന് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ സമാപന യോഗത്തിലാണെന്ന് തോന്നുന്നു. അന്നും ഇയാൾ ഉണ്ടാക്കിയിട്ടുള്ള വിവാദം നമുക്ക് ഓർമ്മയില്ല. അത് സിനിമയുമായി യാതൊരു ബന്ധവും അതിനുണ്ടായിരുന്നില്ല. അന്നും എന്തൊക്കെയോ ഈ വൃത്തികേടുകളും ചേറ്റത്തരങ്ങളും ഒക്കെ പറഞ്ഞ് സംസ്കാര സമ്പന്നമായിട്ടല്ലാതെ അയാൾ സംസാരിച്ചതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഓർമ്മയുണ്ട്. ഇത്തവണയും അയാൾ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇത്തവണയും അയാളുടെ ഒരു പൊട്ടിത്തെറി, അതായത് ഇന്ത്യൻ എക്സ്പ്രസ്സുമായി ലേഖകരുമായി നടത്തിയ ഒരു ചർച്ച. ആ ചർച്ചയുടെ ഒരു മുഖമുദ്ര എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അയാൾ ഓർമ്മയില്ല, അയാൾ എന്തോ എടുത്ത് കുടിക്കുന്നുണ്ട്. അത് മദ്യമാണോ എന്നെനിക്കറിയില്ല. എന്തോ എടുത്ത് അയാൾ ഇങ്ങനെ മോന്തുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ആ വൃത്തികെട്ടവൻ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ 4-5 സീനിയർ മാധ്യമപ്രവർത്തകരുമായിട്ടിരുന്ന് ചർച്ച ചെയ്യുമ്പോഴത്തേക്കും ഷർട്ടിൻ്റെ ബട്ടണൊക്കെ ഊരിയങ്ങ് ഇട്ടിരിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കണം, എത്ര ഒരു വൃത്തികെട്ട ഒരു 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 സെൽഫ് എക്സ്പ്രഷനാണ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. ഷർട്ടിൻ്റെ ബട്ടണൊക്കെ ഊരി നെഞ്ചിലെ രോമമെല്ലാം ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് അയാൾ ഇരിക്കുകയാണ്. ആര്? ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ. അയാളൊരു തിരക്കഥാകൃത്തോ സംവിധായകനായിട്ടൊക്കെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് അയാളുടെ കാര്യം. പക്ഷേ അയാൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണെന്ന് നമ്മൾ ഓർക്കണം. എന്നിട്ട് അയാളൊരു വിദേശ സിഗരറ്റ് ചുമ്മാ കത്തിച്ച് വലിക്കുകയാണ്. അത് വലിക്കാൻ വേണ്ടി വലിക്കുന്നൊന്നുമല്ല, അത് അയാളുടെ ഒരു ആഢ്യത്വവും ഒരു മാടമ്പിത്തരവും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിലും അയാളൊരു സിഗരറ്റ് കത്തിച്ചിട്ട് അതിൻ്റെ 2-3 പുകയെടുക്കുകയാണ്. അയാൾക്കറിയില്ല ഇതൊക്കെ നിയമവിരുദ്ധമാണെന്ന്. അപ്പോൾ അത്രയ്ക്കൊരു വൃത്തികെട്ട ഒരു ക്യാരക്ടറാണ് ഇയാൾ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഇൻ്റർവ്യൂ നമുക്ക് കുറേ നേരം കഴിയുമ്പോൾ കാണാതിരിക്കാൻ കഴിയില്ല. എന്നിട്ട് എന്തോ എടുത്ത് മോന്തുന്നുണ്ട്, അത് മദ്യമാണെന്നും എനിക്ക് തോന്നുന്നു. എന്നിട്ട് ആ പൊട്ടിത്തെറിയിലൂടെയൊക്കെ തന്നെ അയാൾ അവിടെ പറഞ്ഞത് എന്തൊക്കെയാണ്? എന്താ സിനിമയെക്കുറിച്ച് അയാൾ പറഞ്ഞത്? വളരെ കുറച്ചേ പറഞ്ഞുള്ളൂ. വ്യക്തികളെ അധിക്ഷേപിക്കുകയല്ലേ അയാൾ അവിടെ ചെയ്തത്? വ്യക്തികളെ പുച്ഛിക്കുകയല്ലേ അയാൾ ചെയ്തത്? മാടമ്പിത്തരം പറയുകയല്ലേ ചെയ്തത്? ഒരുമാതിരി ഈ പറഞ്ഞ പോലെ അനാചാരങ്ങളുടെ ഒരു ഭാഷാ ആവിഷ്കരണമല്ലേ അയാൾ അവിടെ നടത്തിയത്. അല്ലാതെ സിനിമയെക്കുറിച്ചിട്ട് അയാൾ എന്താ പറഞ്ഞത്? സിനിമയെക്കുറിച്ചിട്ട് അയാൾ പറഞ്ഞത് ആൾ തള്ളിക്കയറുന്ന സിനിമകളാണ് നല്ല സിനിമകൾ എന്നുള്ള തലതിരിഞ്ഞ ഒരു വാദഗതിയല്ലേ അയാൾ ഉന്നയിച്ചത്. അയാൾ ഇന്ത്യൻ എക്സ്പ്രസ്സുകാരുമായിട്ട് നടത്തിയ ഒരു സംവാദത്തിൽ സിനിമയെക്കുറിച്ചിട്ട് അയാൾ എന്താ പറഞ്ഞത്? സിനിമയുടെ മൂല്യത്തെക്കുറിച്ചിട്ട് എന്താ പറഞ്ഞത്? ഒന്നും അയാൾ പറഞ്ഞില്ല. വ്യക്തിപരമായി ആളുകളെ അധിക്ഷേപിക്കുകയും പുച്ഛിക്കുകയുമാണ് അയാൾ ചെയ്തത്. അയാൾ ഭീമൻ രഘുവിനെ കുറിച്ച് പറഞ്ഞു. നമുക്കറിയാം ഭീമൻ രഘു പിണറായി വിജയൻ ഉള്ള ഏതോ ഒരു യോഗത്തിൽ പൂർണ്ണമായി എഴുന്നേറ്റ് നിൽക്കുന്നതൊക്കെ നമ്മളന്ന് കണ്ടതാണ്. അതൊക്കെ ഒരുപാട് ആളുകൾ വിമർശിച്ചതുമാണ്. പക്ഷേ അതിന് ഇയാൾ നടത്തിയത് ബോഡി ഷേമിംഗ് അല്ലേ? അയാളെ മണ്ടനെന്നും അയാളെ കോമാണിയെന്നും ഒക്കെ വിളിച്ച് അധിക്ഷേപിക്കുകയല്ലേ ഇയാൾ ചെയ്തത്. അതുപോലെ തന്നെ വിനായകൻ എന്ന് പറഞ്ഞ ആ വലിയ നടനെ ജാതീയമായി അധിക്ഷേപിക്കുകയല്ലേ ഇയാൾ ചെയ്തത്. വിവരമില്ലാത്തവൻ എന്നൊക്കെ പറയുകയല്ലേ ചെയ്തത്. അപ്പോൾ എന്താണ് ഇയാളുടെ അവസ്ഥ? ഇയാളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് സിനിമയെക്കുറിച്ചിട്ട് ഒരു സാമാന്യ ബോധം പോലും ഇയാൾക്കില്ല എന്നുള്ളതല്ലേ നമ്മൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സിനിമയെ സ്നേഹിക്കുന്നവർ, കേരള സംസ്കാരത്തിൻ്റെ പുരോഗമന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവർ, കേരളത്തിലെ ഈ പറഞ്ഞ പോലെ ഇവോൾവ് ചെയ്തിട്ടുള്ള ജാതി വിരുദ്ധ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവർ, നല്ല സിനിമ സൃഷ്ടിക്കുന്ന ചരിത്രമുള്ള കേരളം, അതൊക്കെ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ഇതുപോലൊരു ചേറ്റയെ ആ സ്ഥാനത്തിരിക്കുന്നതിനോട് എങ്ങനെയാണ് യോജിക്കാൻ കഴിയുക? സിനിമയെക്കുറിച്ചിട്ട് എന്ത് ബോധ്യമാണ് അയാൾക്കുള്ളത്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു സ്വഭാവമാണ് ഇതൊക്കെ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു ബോധ്യമാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഇതൊരു പക്ഷേ MA ബേബി സാംസ്കാരിക മന്ത്രിയായിരുന്നപ്പോൾ ഇതുപോലൊരു വൃത്തികെട്ടവൻ ഈ സ്ഥാനത്ത് വരുമായിരുന്നു? എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും വരുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രിയായിരിക്കുമ്പോൾ സജി ചെറിയാൻ ഇവിടെ എന്തൊക്കെ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ വിളിച്ചു പറഞ്ഞാൽ നമുക്കറിയാം. സജി ചെറിയാൻ വന്നിരിക്കുമ്പോൾ സജി ചെറിയാൻ്റെ കീഴിൽ ഇതുപോലൊരു വൃത്തികെട്ടവൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്നാലും നമുക്കതിനകത്തൊരു അത്ഭുതം പറയാൻ പറ്റില്ല. ഇപ്പോഴും സജി ചെറിയാൻ ഇയാളെ ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇപ്പോൾ ഇരിക്കുന്ന സർക്കാരിൻ്റെ ഒരു 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 ക്യാരക്ടറാണ് ഈ രഞ്ജിത്തിനെ പോലുള്ള വിവരമില്ലാത്തവന്മാരുടെയൊക്കെ ഈ സ്ഥാനാരോഹണത്തിലൂടെ തെളിയുന്നത് എന്ന് കാണാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പരമമായിട്ടുള്ള ചെറ്റത്തരങ്ങൾ പറയുന്ന, യാതൊരു സംസ്കാരവുമില്ലാത്ത, സിനിമയെക്കുറിച്ചിട്ട് ABCD അറിയാൻ മേലാത്തവന്മാർ ഇതുപോലെ ഉന്നത സ്ഥാനത്ത് വരുമ്പോൾ രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഇയാളെ വിവരമില്ലാത്തവനെന്നും സംസ്കാരശൂന്യനെന്നും ചേറ്റയെന്നും നമ്മൾ വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളവന്മാരെ നിയമിച്ചവന്മാരെ എന്ത് വാചകം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവരെ അഭിസംബോധന ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് വിട്ടുതരികയാണ് ചെയ്യുന്നത്.